വേദിയിലായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലായിരിക്കുന്ന വ്യക്തികളെ, എല്ലാവർക്കും എൻ്റെ നല്ലൊരു നമസ്കാരം. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ജയ് ജനസേവ ഫൗണ്ടേഷൻ്റെ കൊല്ലം ജില്ല ഒരു മീറ്റിംഗാണ്. ഇന്ന് നമ്മുടെ ഗാന്ധി ഭവനിൽ അന്നദാനവും ഒരു കമ്മിറ്റി എടുപ്പുമായിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ജയ് ജനസേവ ഫൗണ്ടേഷൻ ഒരു ചാരിറ്റി പ്രസ്ഥാനമാണ്. ചാരിറ്റി, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എന്നോട് ഇതിൻ്റെ ചെയർമാനായിരിക്കുന്ന ഉണ്ണി സാർ പറഞ്ഞു, നമ്മളുടെ ഓരോ ജില്ലകളിലും ഓരോ ഓർഫനേജിൽ വിധവാ സഹായം, അങ്ങനെ പല രോഗികളായിരിക്കുന്നവർക്കൊക്കെ സഹായങ്ങളൊക്കെ എത്തിക്കുന്നുണ്ട്. കൊല്ലം ജില്ലയ്ക്ക് എവിടെ ഒരു ഫുഡ് കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സ്വന്തം സ്ഥാപനമായിട്ട് കരുതുന്ന ഗാന്ധി ഭവനിലേക്ക് ഞാനതിന് പറയുകയും ഒരു മടിയും കൂടാതെ അതിൻ്റെ വേണ്ടപ്പെട്ടവർ ഇന്നേ ദിവസം വിൻസെൻ്റ് സാറിനെ, CEO ആയ വിൻസെൻ്റ് സാറിനെ വിളിച്ച് ഡേറ്റ് ഫിക്സ് ചെയ്യുകയും ഇന്നത്തെ ദിവസം ഇവിടെ നിങ്ങളോടൊക്കെ ഒപ്പം ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് 12ഓളം പേര് കടന്നു വന്നിട്ടുണ്ട്. നാളെ എറണാകുളം ജില്ലയിൽ ഇതുപോലെ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിനും കടന്നു പോകേണ്ടതായിട്ടുണ്ട് പലർക്കും. അപ്പം എല്ലാ ജില്ലകളിലും ഇങ്ങനെ ഓരോരോ മീറ്റിംഗ് സംഘടിപ്പിക്കുന്നു. സംഘടനയുടെ പ്രധാന പദ്ധതികളെന്ന് വെച്ചാൽ എൻ്റെ അറിവിൽ ജനസേവയുടെ ഇത്തിരി ചോറ് ഒത്തിരി സ്നേഹം ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ച് അവർ അന്നദാനം നടത്തുന്നുണ്ട്. കാരുണ്യകിരണം പദ്ധതിയുണ്ട്. വിദ്യാമൃതം, വിദ്യാഭ്യാസത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് സാമ്പത്തികമായി അവരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. മംഗല്യ സേവ, വിവാഹത്തിന് സാമ്പത്തികം ബുദ്ധിമുട്ടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ട സഹായങ്ങൾ. അതുപോലെ തന്നെ വരം എന്നുള്ള പദ്ധതി. അങ്ങനെ ഇതിൽ പല പദ്ധതികളും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ തമ്മിൽ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഇതിൻ്റെ ഉണ്ണി സാർ ഇങ്ങനെ പറയുന്നുണ്ടായി, ഞങ്ങളൊരു ചെറിയ സംഘടനയായിട്ട് തുടങ്ങി, ഇതിൽ ഞങ്ങൾ സാധാരണ ആൾക്കാരാണ്, വലിയ ലെവലുള്ള ആൾക്കാരൊന്നും അല്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ഈ വലിയ ലെവലിലുള്ള ആൾക്കാരൊന്നും സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരിക്കലും ഇറങ്ങി ചെല്ലുവാൻ ഒരിക്കലും താല്പര്യപ്പെടത്തില്ല. സാധാരണക്കാരായ ഉള്ളവർക്കാണ് സാധാരണക്കാരുടെ വിഷമങ്ങളും വേദനകളും മനസ്സിലാകുന്നത്. അങ്ങനെ ഈ സംഘടന അറിഞ്ഞ് ഓരോ വ്യക്തികളും അർഹതപ്പെട്ടവരുടെ കൈകളിലേക്കാണ് ഓരോ സഹായങ്ങളും എത്തിക്കുന്നത്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. കൂടുതൽ പറഞ്ഞ് ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല. എനിക്ക് പുറകെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുന്നു. സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. അതിനായിട്ട് ആദ്യമായി ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മേലാരിയോട് ഉണ്ണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം KSRTCയിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹം ഇന്ന് തിരക്കുണ്ടായിട്ടും ലീവെടുത്ത് ഇന്ന് വന്നതിൽ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ എൻ്റെ വ്യക്തിപരമായ പേരിലും സംഘടനയുടെ പേരിലും സ്വാഗതം അറിയിച്ചു കൊള്ളുന്നു. അടുത്തതായിട്ട് നമ്മുടെ എല്ലാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇന്ന് പ്രധാനമായിട്ട് ശരീരം മാത്രമേ എറണാകുളത്ത് മീറ്റിങ്ങിനുള്ളെങ്കിലും മനസ്സുകൊണ്ട് നമ്മളോടൊപ്പം ആയിരിക്കുന്ന ഗാന്ധി ഭവൻ്റെ CEO ആയിരിക്കുന്ന വിൻസെൻ്റ് സാറിന് വേണ്ടിയിട്ട് നേരത്തെ ഡേറ്റ് എടുത്ത് ഇന്ന് ഡേറ്റ് എല്ലാം പറഞ്ഞിരുന്നതാണ്. അപ്പം പെട്ടെന്നൊരു സ്റ്റേറ്റിൽ 3 പേരിൽ ഒരാളെ വിൻസെൻ്റ് സാറിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ ഒരു മീറ്റിങ്ങിന് അത്യാവശ്യമായി പോകേണ്ടത് ദീന, എനിക്കത് പോയേ പറ്റൂ, ഞാൻ അതിന് പകരം അഡ്വക്കേറ്റ് മാമിനെ വിടാം, എല്ലാ കാര്യങ്ങളും ഞാൻ അറേഞ്ച് ചെയ്തോളാം, എല്ലാ കാര്യങ്ങളിലും എൻ്റെ സാന്നിധ്യമുണ്ട്, പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ കോളിൽ വരാം എന്ന് വരെ എന്നോട് പറഞ്ഞിരുന്നു. അപ്പം വിൻസെൻ്റ് സാറിനെ അദ്ദേഹത്തിൻ്റെ വൈഫായിരിക്കുന്ന അഡ്വക്കേറ്റ് ദീന വിൻസെൻ്റ് മാമാണ് നമ്മളോടൊപ്പം ഇന്ന് ഉദ്ഘാടനത്തിന് എത്തിയിരിക്കുന്നത്. മാമിനെയും എൻ്റെ വ്യക്തിപരമായ പേരിലും ഗാന്ധി ഭവൻ്റെ പേരിലും ജനസേവയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ആശംസ അറിയിക്കാനായി എത്തിയിരിക്കുന്നത് നമ്മുടെ ബ്ലോക്ക് മെമ്പറായിരിക്കുന്ന KM റിജി മെമ്പറാണ്. അദ്ദേഹവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ ഇന്നത്തെ പരിപാടിയിലേക്ക് ജനസേവ ഫൗണ്ടേഷൻ്റെ എൻ്റെയും വ്യക്തിപരമായ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ എല്ലാം ജനപ്രതിനിധിയായിരിക്കുന്ന അജിത മെമ്പറാണ്. മെമ്പറേയും ഏറ്റവും സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് ജനസേവയുടെ പേരിലും എൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ബിന്ദു പ്രകാശാണ് എത്തേണ്ടത്.
ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ദുപ്രകാശ് ചേച്ചിയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ അലക്സ് മാർഗ സാറാണ്. അദ്ദേഹത്തിന്